ഈ നവംബർ 1, 2025 ശനിയാഴ്ച VRCയുടെ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിച്ചു. നടപ്പുകാര്, ഓട്ടക്കാര്, സൈക്കിളുകാര്, പിന്നെ നാട്ടുകാര്, അത്രയും പേര് ഇവിടെ ഉണ്ട്. അപ്പൊ അവരെ നമ്മൾ സംരക്ഷിക്കണം. അവരെ സംരക്ഷിച്ചില്ലെങ്കിൽ ഇവിടെ നീന്തൽ നടത്താൻ പറ്റൂല. അപ്പൊ ഈ കഴിഞ്ഞ മെയ് 31 വരെ സുഖമായിട്ട് നടത്തി. അതിനുശേഷം കുറച്ച് പ്രശ്നങ്ങൾ വന്നുകൂടി. അപ്പൊ വണ്ടി സ്പീഡിൽ പറഞ്ഞ കാരണം നാട്ടുകാർക്ക് ബുദ്ധിമുട്ട്, പിന്നെ അവിടെ ലേഡീസിനെ ബുദ്ധിമുട്ടിച്ചു. അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. അത് കാരണം ലേഡീസ് ആദ്യ ഭാഗങ്ങളിലുള്ള ലേഡീസ് ഒരു 3-4 പേര് കയറിപ്പോയിട്ടാണ് നമുക്ക്. വണ്ടി പാർക്കിംഗ് ആണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം. പിന്നെ വണ്ടിയുടെ സ്പീഡ്. അപ്പൊ കൈയും കാലും ഒന്നും വേണ്ട, നീന്തൽ പഠിക്കാൻ വേണ്ടിട്ട് ഒന്നും വേണ്ട. കൈ കാലും ഇല്ലെങ്കിൽ നമുക്ക് ഇറങ്ങി നിൽക്കാം. അപ്പൊ അങ്ങനെ 2022 ഇവിടെ ഒന്ന് തുടങ്ങി. നീന്തൽ പഠിപ്പിക്കാൻ ഏറ്റവും നല്ല സ്ഥലം ഇത് തന്നെയായിരുന്നു. അവിടുന്ന് വിട്ടുപോരാൻ എനിക്ക് ഭയങ്കര പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഏറ്റവും നല്ല ഇങ്ങനെ ഒരു വനത്തിന്റെ അന്തരീക്ഷം. നീന്തൽ പഠിച്ചില്ലെങ്കിൽ പോലും ഇവിടെ വന്ന അരമണിക്കൂർ എന്താ ഗുണം? നീന്തൽ പഠിക്കാനല്ലെങ്കിൽ പോലും അരമണിക്കൂർ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞേ ഒരു 2 പോയിന്റ് പറഞ്ഞു. ഇതല്ല ഇവിടം സ്വർഗമാണ്. അത് നമ്മൾ കണ്ടെത്തിയതാണ്. ഓക്കെ, അത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. നീന്തൽ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വെറുതെ ഇവിടെ വന്ന്. ഇല്ല സുധീഷേ, അനുഭവം ഉണ്ടോ? അപ്പൊ അത്രയും നല്ല സ്ഥലവും കാര്യങ്ങളുമാണ് ഇവിടെ. പിന്നെ നമുക്ക് 1500 പേർക്ക് ഇവിടെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാം. നേരത്തെ പങ്കെടുത്തിട്ടുള്ള ഇപ്പൊ വളരെ കുറവാണെങ്കിൽ ലൈനായിട്ട് നിർത്തി കഴിഞ്ഞാൽ 1500 പേരോളം പങ്കെടുക്കാം. പിന്നെ നീന്തൽ പഠിപ്പിക്കാൻ 2 കടവിന്റെ ഇടയ്ക്ക്, ജെൻസിന്റെ കടവും ലേഡീസിന്റെ കടവും, അതിന്റെ ഇടയ്ക്കാണ് നമുക്ക് നിലയുള്ള സ്ഥലം. നീന്തൽ പഠിപ്പിക്കാൻ ഏറ്റവും നല്ല സ്ഥലം ആലുവ പരിസരം. ഞാൻ ആലുവ പരിസരം മുഴുവൻ പുഴയിൽ അരിച്ച് പറക്കി നോക്കിയിട്ടുള്ള ആളാണ്. അപ്പൊ ഏറ്റവും നല്ല സ്ഥലം ഇവിടെ തന്നെയാണ്. എന്നുവെച്ചാൽ ആദ്യ കാലങ്ങളിൽ നിലയുള്ള കുറച്ച് സ്ഥലം വേണം നമുക്ക്. അതിന് അവിടെ നല്ല സ്ഥലം കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും. പിന്നെ വാഹന പാർക്കിങ് എന്ന് പറഞ്ഞാൽ ഇന്ന് 1000 വണ്ടി വന്നു കഴിഞ്ഞാൽ 1000 വണ്ടിയും പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. 1000 വണ്ടി പാർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രൗണ്ട് ഉണ്ട്, 3 ഗ്രൗണ്ട്. അപ്പൊ വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ ഗ്രൗണ്ടിലേക്ക് പാർക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും വെള്ളം ഉണങ്ങിയിട്ടില്ല, മഴ കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഗ്രൗണ്ട് ക്ലിയർ ആയി കഴിഞ്ഞാൽ എല്ലാ വണ്ടികളും ഗ്രൗണ്ടിലേക്ക് ഇടാം. കോട്ടപ്പുറത്തുള്ളതാണ് രതീഷിനൊരു പ്രത്യേകത ഉണ്ട്. 2.5 വയസ്സ് വരെ നമ്മുടെ മാതിരിയായിരുന്നു ഓടിച്ചാടി നടക്കാറുണ്ട്. 2.5 വയസ്സ് വരെ. 2.5 വയസ്സിൽ ഒരു പോളിയോ ബാധിച്ചിട്ട് അടിച്ച് താഴോട്ട് താഴ്ന്നു പോയതാണ്. പക്ഷെ അതൊന്നും ഒരു കുറവായിട്ട് രതീഷ് കണക്കാക്കിയിട്ടില്ല. രതീഷ് നന്നായിട്ട് നീന്തൽ പഠിച്ചു, പെരിയാറും കോഴ്സ് ചെയ്തു. പിന്നെ ബാക്കിയുള്ള രതീഷ് പറയും. പിന്നെ നല്ല കലാകാരനാണ്. എന്നുവെച്ചാൽ നമ്മളൊരു ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ വരച്ചും കൊണ്ട് തരും. എൻ്റെ ഫോട്ടോ വരച്ചിട്ടുണ്ട്. അങ്ങനെ ഫോട്ടോ വരയ്ക്കാൻ ഭയങ്കര കഴിവുള്ള ആളാണ്. പുള്ളിക്കാരൻ്റെ ഉപജീവനം അത് തന്നെ കേട്ടോ. ആർക്കെങ്കിലും ഫോട്ടോ വരയ്ക്കണമെങ്കിൽ പുള്ളിയെ സമീപിച്ചാൽ മതി. കുടുംബ ഫോട്ടോ വേണമെങ്കിൽ കുടുംബ ഫോട്ടോ, ബർത്ത്ഡേ ഫോട്ടോ വേണമെങ്കിൽ ബർത്ത്ഡേ ഫോട്ടോ, 5-6 പേര് ചേർന്ന് വേണമെങ്കിൽ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും വരച്ചു തരും. ഞാൻ ഇതുപോലെ തന്നെ നിങ്ങളെ പോലെ തന്നെ ഭയങ്കര ആഗ്രഹമാണ്. എനിക്ക് നീന്തൽ വെള്ളവുമായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. വെള്ളത്തിൽ ഇരിക്കാനൊക്കെ ഭയങ്കര കൊതിയാണ്. പക്ഷെ ഭയങ്കര പേടിയുമാണ്. കാരണം ഒരു 2 അടി വെള്ളം ഉണ്ടെങ്കിൽ പോലും എനിക്ക് അതിജീവിക്കാൻ കഴിയില്ല. അതായിരുന്നു എൻ്റെ സിറ്റുവേഷൻ. പക്ഷേ നീന്താനുള്ള അതിയായ ആഗ്രഹമുണ്ട്. ഞാൻ ഒരിക്കലും ഇതുപോലെ സോഷ്യൽ മീഡിയ വഴി സാറിനെ പരിചയപ്പെടുകയും സാറിനോട് ഒന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചോദിച്ചത്, സാർ എനിക്ക് കാലില്ല, കൈ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. സാർ അന്ന് പറഞ്ഞു, നീന്തൽ പഠിക്കാൻ കൈയോ കാലോ അല്ല വേണ്ടത്, നമ്മുടെ ശരീരത്തിൻ്റെ കുറവുകൾ മാറ്റി വെച്ചിട്ട് മനസ്സിൻ്റെ നിറവ് വേണമെന്ന് പറഞ്ഞു. അന്ന് സാറ് തന്ന ധൈര്യം കൊണ്ട് നമ്മൾ 22 ദിവസം നീന്തൽ പഠിച്ചു. ആലുവ പെരിയാർ 1.5 കിലോമീറ്റർ നീന്തി ക്രോസ് ചെയ്യാൻ സാധിച്ചു. 22 ദിവസം കൊണ്ടാണ്. അതിനുശേഷം എനിക്ക് ഇത്ര വെച്ചേ ഉള്ളൂ. അതിനുശേഷം പെരിയാറിന്റെ പല ഭാഗങ്ങളിലും നമുക്ക് സ്പെഷ്യൽ ട്രെയിനിങ് ഉണ്ടായിരുന്നു. കാരണം കൂടുതൽ നേരം കൈകൊണ്ട് മാത്രം നിൽക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ സാർ അതിന് വേണ്ടിയിട്ട് എന്നെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനുശേഷം
ഇതാണ്ട് ഞാന് അപ്പോൾ വന്നിട്ട് ഷോൾഡർ ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് മഴക്കാലം നീന്തലിൽ ദീർഘദൂരം നീന്തി അങ്ങനെ ട്രെയിൻ തന്നു. അതിനുശേഷം നമ്മൾ വേമ്പനാട്ടുകായൽ 3 കിലോമീറ്റർ നീന്തി ക്രോസ് ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം അതിനു മുമ്പ് തന്നെ കടൽ നീന്താൻ സാധിച്ചു. പെരിയാറിൻ്റെ പല ഭാഗങ്ങളും ഒത്തിരി ദൂരം നീന്തിയായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ലെവലിൽ പാരാ സ്വിമ്മിങ്ങിൽ 100 മീറ്റർ 50 മീറ്റർ നമ്മൾ ഗോൾഡ് അടിച്ചു. അതിനുശേഷം ഇപ്പോൾ നാഷണൽ ലെവലിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 13-ാമത്തെ നമ്മൾ ഹൈദരാബാദിന് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ ഹൈദരാബാദിൽ നീന്താൻ പോവാന്ന് പുറകിൽ കേൾക്കാൻ പറ്റുന്നുണ്ടോ? നാളെ മൈക്ക് വെച്ചിട്ട് സൂപ്പറായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ എനിക്കിതൊക്കെ സാധിക്കുമെങ്കിൽ നിങ്ങൾക്കെല്ലാം വളരെ ഈസി ആയിട്ട് സാധിക്കും. നീന്തൽ ഒരു പേടിക്കേണ്ട വിഷയമല്ല, ആസ്വദിക്കേണ്ട വിഷയമാണെന്ന് സാറ് എന്നിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുവാണ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഓക്കെ അല്ലേ? ഉഷാറല്ലേ? എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. ഓക്കെ, സൂപ്പർ. പൊളിക്കാൻ പറ്റും, ഒരുമിച്ച് പൊളിക്കാം. റംബൂട്ടാൻ ഒരു ഫ്രൂട്ടാന്ന് അറിയാം, അത്രമാത്രം അറിയുള്ളൂ. അറിയോ? കൂടുതൽ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ഓ വന്നടാ. കിലോ 350 പറഞ്ഞ് അത് കേട്ടു. 350 രൂപ ഒന്നും ഇല്ലാട്ടോ. ആരാ പറഞ്ഞ 350? നീ വാങ്ങിച്ചാണോ 350 രൂപ വാങ്ങിച്ചോ? പറഞ്ഞെന്നാ എടാ, തെറ്റായ പറഞ്ഞു കൊടുക്കലേ അല്ലാട്ടോ. റംബൂട്ടാനെ എത്ര വിലയുണ്ട്? സാധാരണ വില പറഞ്ഞാൽ മതി. എത്ര? 160 200 രൂപ വരെ വിലയുള്ളൂ. വെറുതെ അനാവശ്യമായിട്ട് കൂട്ടി പറയണം നമ്മൾ.